എല്ലാം ഈ ജേർണലിസ്റ്റുകൾ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ സത്യമായിട്ടും അതെ. ബുക്കിൽ ഏതൊക്കെയോ ബുക്കുകളിൽ വന്നു ഇവര് തമ്മിൽ ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടമില്ലായിരുന്നു ആ സമയത്ത്, ഒന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു, എന്നാ പിന്നെ അങ്ങനെ അയാൾ എന്താന്ന് അങ്ങനെ ഇഷ്ടമായത്. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ എതിർപ്പ് വരുമ്പോഴത്തേക്കും പിന്നെ വേണ്ട എന്ന് തോന്നിക്കൂടെ? ഇഷ്ടമായി കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. പിന്നെ അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു. എന്നാലും ഒരു അമ്മ ഇത്രമാത്രം എതിർക്കുമ്പോഴത്തേക്കും ചില സമയത്ത് എസ്പെഷ്യലി അമ്മ ചൂസ് ചെയ്യുന്ന സിനിമകൾ ചെയ്യുന്ന അമ്മയുടെ അച്ഛനും ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മകള് സ്വാഭാവികമായിട്ടും ചിലപ്പോ അവര് പറയുന്ന കേട്ട് കുറച്ച് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പുറത്തെ സൈഡ് ജയറാം സ്ട്രോങ് ആയിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കിത് തന്നെയായിരിക്കും ലൈഫ്. പക്ഷെ ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റിപ്പോയില്ല. അമ്മയാണെങ്കിൽ ഇപ്പൊ ഹാപ്പിയാണ്, ഫാമിലിയിൽ അച്ഛനും അമ്മയും എല്ലാരും ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. ആണ്. ഇതുപോലെ ചക്കിയോ അല്ലെങ്കിൽ കണ്ണനോ വന്ന് ഒരു ലവ് അഫെയർ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നോ? നല്ല കുട്ടിയാണോ എന്നുള്ള ആദ്യം നോക്കും. വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ല. ബോയ് നല്ലതാണ്, അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. അവരോട് ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആണ്. അതെ, അമ്മ ഭയങ്കര നല്ല ഫ്രണ്ട് ആയിരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് ആരോടെങ്കിലും ഒരു ക്രഷ് ഉണ്ടെങ്കിലോ അതൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. ആണോ? അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതോ ഇപ്പൊ ഒന്നുമില്ല, ബ്രേക്കായി. അതൊക്കെ ഓരോ സമയത്ത് അവര് തന്നെ വന്ന് പറയും അത് ശരിയല്ല അമ്മ എന്ന് പറയും. ചക്കി ഡ്രസ് ചെയ്തവരെ വിട്ടിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട്. വിട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് ശരി. പക്ഷെ വിടുന്നത് ഞാൻ എന്റെ കാറിലെ വിടുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ എങ്ങോട്ടും പോയത് ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു വെച്ചേക്കും, ഇന്ന റെസ്റ്റോറന്റിലാണ് പോകുന്നത്, അവിടെ പോയി കോഫി കുടിച്ചിട്ട് തിരിച്ചു വരും, വേറെ എങ്ങോട്ടും വിടണ്ട. അങ്ങനെ അപ്പൊ അവര് ഞാൻ പറയുന്ന റൂളൊക്കെ അവരുടെ ഇഷ്ടത്തിന് ഞാൻ വിടുന്നില്ലേ, അപ്പൊ ഞാൻ പറയുന്ന റൂളൊക്കെ അവരും കേൾക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ? ഇങ്ങനെ കണ്ണൻ പറഞ്ഞിട്ടുണ്ടോ? കണ്ണനും പറഞ്ഞിട്ടുണ്ട്. കണ്ണനെ ഇങ്ങനെ തന്നെയാണോ വിടാറുണ്ട്? കണ്ണനെ ഇങ്ങനെ തന്നെയാ വിടുന്നത്. കണ്ണനെ ഞാൻ പറയും. കണ്ണന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, കണ്ണനൊരു സിസ്റ്റർ ഉണ്ട്. അപ്പൊ ചക്കി ഇങ്ങനെ അവിടെ ഇവിടെയും പോയി ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ചീത്തപ്പേര് കേൾക്കുന്ന പോലെ കണ്ണന്റെ കൂടെ വരുന്ന കുട്ടിക്ക് കണ്ണനൊരു പേരുദോഷം ഉണ്ടാക്കരുത്. അത് മാത്രം. ഞാൻ ആ കുട്ടിയെ പറ്റിയായിരിക്കും കൂടുതൽ കൺസേൺഡ്, ബോയ്സിന്റെ കാര്യത്തിനേക്കാളും. അത് ഞാൻ കണ്ണനെടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിയാ. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല അല്ലേ? അങ്ങനെ ചേച്ചി, ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നിങ്ങളുടെ പ്രണയം ലാലേട്ടൻ ആ കാലഘട്ടത്തിൽ അറിയായിരുന്നു വളരെ കൃത്യമായിട്ടെന്ന്. അതൊരു റൂമറാണോ അതോ സത്യമാണോ? അല്ല, ലാലേട്ടനൊക്കെ അറിയായിരുന്നു. കിരീടത്തിന്റെ സമയത്തൊക്കെ എന്നെ കളിയാക്കും ഒക്കെ. എന്താ പറയാ, എല്ലാവർക്കും അറിയായിരുന്നു. ഞങ്ങളുടെ വിചാരം ആർക്കും അറിയില്ല എന്നുള്ളായിരുന്നു, പക്ഷെ എല്ലാവർക്കും അറിയായിരുന്നു. അവിടെ ഇത് നിങ്ങൾ എപ്പോഴാ എന്നിട്ട് തിരിച്ചറിഞ്ഞ എല്ലാവർക്കും അറിയായിരുന്നു?